നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വീണ്ടും ദുരനുഭവങ്ങൾ ഓരോരുത്തരായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വരുന്നത് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ മകന്റെ വെളിപ്പെടുത്തൽ തന്നെയാണ്. തങ്ങളുടെ ദുരനുഭവങ്ങൾ പങ്കുവെച്ച് നിരവധി താരങ്ങൾ രംഗത്തെത്തിയതിനു പിന്നാലെ സിനിമാ രംഗത്ത് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകനും നടനുമായിട്ടുള്ള ഗോകുൽ സുരേഷ്. തനിക്കും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഗോകുൽ സുരേഷിന്റെയും വെളിപ്പെടുത്തൽ. കാസ്റ്റിംഗ് കൗച്ച് തടഞ്ഞതിനാൽ തനിക്കും സിനിമകൾ നഷ്ടപ്പെട്ടു എന്നാണ് ഗോകുൽ സുരേഷ് വ്യക്തമാക്കുന്നത്. സ്ത്രീകൾക്ക് മാത്രമാണ് ദുരനുഭവം ഉണ്ടാകുന്നതെന്ന് കരുതരുത് എന്നും കാസ്റ്റിംഗ് കൗച്ച് തടയുന്ന നടന്മാർക്കും സിനിമ നഷ്ടപ്പെടുമെന്നും തനിക്ക് അത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും തുറന്നു പറയുകയാണ് ഗോകുൽ സുരേഷ്. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിവിൻ ചേട്ടനെ പോലൊരാൾ പ്രതികരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും നിവിൻ പോളിക്കെതിരെയുള്ള കാര്യങ്ങൾ തെറ്റായ ആരോപണമാണെന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഗോകുൽ സുരേഷ് പറഞ്ഞു. ജനുവിൻ കേസിൽ ഇരകൾക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്. പക്ഷേ നിവിൻ ചേട്ടന്റെ കേസിലൊക്കെ ഉണ്ടായത് വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും ഒരു തവണ ഇരയായത് തന്നെയാണ്. ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ താല്പര്യപ്പെടാത്തതും നമുക്ക് നടക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നിയേക്കാം. പോലീസും കോടതിയും പോലുള്ള സംവിധാനങ്ങളാണ് നമുക്ക് ഇതിനൊക്കെ ഒരു വ്യക്തത നൽകേണ്ടത് എന്ന് ഗോകുൽ സുരേഷ് ഓർമ്മപ്പെടുത്തി. പലപ്പോഴും പുരുഷന്മാർ കൂടി ഇരകളാകുന്നുണ്ട് ഇതിൽ എന്നത് നിങ്ങൾ മനസ്സിലാക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ജനുവിൻ കേസിൽ ഇരകൾക്കൊപ്പം തന്നെ താനും നിൽക്കുമെന്നും നിവിൻ പോളിയുടെ കാര്യങ്ങളൊക്കെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയതല്ലേ എന്നും ഗോകുൽ സുരേഷ് ചോദിച്ചു. എന്തായാലും ഇത്തരത്തിൽ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ള ഒരു സംഭവം അത് അതിശക്തമായി തന്നെ സിനിമാ മേഖലയിൽ ഉണ്ട് എന്നതാണ് ഗോകുൽ സുരേഷിന്റെ അടക്കം വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാകുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിനെ കുറിച്ച് കോടതി കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിനെ നിർത്തിപ്പൊരിച്ചുകൊണ്ട് തന്നെയായിരുന്നു കോടതിയുടെ ഇടപെടൽ. ഇത്രകാലം എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഇങ്ങനെ പൂഴ്ത്തിവെച്ചു എന്നുള്ള രീതിയിൽ കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഉടൻ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തുവിടണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ആരെയാണോ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നത് അവരുടെയൊക്കെ മുഖം മൂടി അഴിഞ്ഞു വീഴാൻ പോകുകയാണ്. ആ റിപ്പോർട്ട് പൂർണ്ണരൂപത്തിൽ പുറത്തു വരാൻ പോകുകയാണ് എന്ന് ചുരുക്കം.